ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ എസ് സെൻട്രൽ സ്കൂളിന്റെ 34ാമത് വാർഷികാഘോഷം എസ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി സലാം പി ലിലീസ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ ചടങ്ങിൽ സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രമുഖ സിനി ആർട്ടിസ്റ്റ് രജിഷ വിജയൻ, TV സിനിമ ആർട്ടിസ്റ്റ് റിയാസ് ബക്കർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടുപേരും ചടങ്ങിൽ സൂചിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് നിയാസ് ബക്കറിനെയും സെക്രട്ടറി സലാം പി ലിലീസ് രജിഷ വിജയനെയും വൈസ് ചെയർമാൻ PA റഷീദ്, MES ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫിയെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ പ്രത്യേക നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിന്റെ മലയാളം കയ്യെഴുത്തു മാസികയായ സ്പന്ദനം സ്കൂൾ ട്രഷറർ KT അബ്ദുൽ ജലീൽ പ്രകാശനം ചെയ്തു. സ്കൂൾ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ വൈസ് പ്രസിഡന്റ് PT ബെന്നി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. വിമാനം തകർന്ന് അമ്മ മരിച്ച് ആമസോൺ കാടുകളിൽ അകപ്പെട്ട 4 കുട്ടികളുടെ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള അവതരണത്തോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറി. Here that we submit the annual report of our school for the academic year 2023-24. There is a great quotation by William Butler Yeats, an Irish poet. Education is not the filling of a pail but the lighting of a fire. Principal annual report വിശദമായി വസ്തുനിഷ്ഠമായി കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ നേട്ടങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കേണ്ടത്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. 1-2 കാര്യങ്ങൾ. നമ്മൾ തുടങ്ങി വെച്ച ഏറ്റവും പുതിയ മറ്റാർക്കും അവകാശം തരാനില്ലാത്ത ഒരാശയമായിരുന്നു ഒരു ഇംഗ്ലീഷ് ബസ് ലാംഗ്വേജ് ഹബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചു. അതിൻ്റെ പരിണിത ഫലമായി MES സെൻട്രൽ സ്കൂളിൽ 1000 ഒറേറ്റേഴ്സ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പടിവാതിൽക്കലാണ് നമ്മുടെ കുട്ടികൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് പരന്നു കിടക്കുന്ന പാരാവാരങ്ങളെ സാക്ഷി നിർത്തി ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സ്റ്റേജിലും കാലിടറാതെ മുട്ടിടറാതെ സംസാരിക്കാൻ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും. ഓരോ വർഷവും ഒരു 200 അല്ലെങ്കിൽ 150 കുട്ടികളെ വെച്ച് തുടങ്ങിയ 89 കുട്ടികൾ ഈ സ്ഥാപനം ഇത് വളരെ അന്തരിച്ച ആളുകളിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ച നമ്മുടെ ഈ നാട്ടുകാരും നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ ഈ കാലങ്ങളിലൊക്കെ വർക്ക്
ചെയ്ത അധ്യാപകരൊക്കെ ഇന്നും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരും മറ്റ് VS നേതാക്കന്മാരും മെമ്പർമാരും ഒക്കെ അവരുടെ സഹകരണങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓരോ വർഷവും നമ്മുടെ സ്ഥാപനം പല വിദ്യാഭ്യാസ മേഖലയിലുള്ള ടെക്നോളജി അനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ മോണ്ടിസോറി സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ഒരു ആനുവലിൻ്റെ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഉത്സവമാണ്. ഇത് ശരിക്കും യുവജനോത്സവമാണ്. ഞങ്ങളൊക്കെ യുവജനോത്സവമാണ് പറയുന്നത്. 3000 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. 300 അധ്യാപകർ വലിയ ഒരു വലിയൊരു സ്കൂളിലേക്ക് വലിയ സന്തോഷം. കാരണം ഞാനിവിടെ വന്ന ഇറങ്ങിയാണ് ആ നിമിഷം. ഞങ്ങൾ ഒരു ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ അവിടെ മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ വളരെ സ്നേഹത്തോടുകൂടി ഒരുപാട് എനർജി തന്നുകൊണ്ട് എത്ര ചെറിയ ആർട്ടിസ്റ്റാണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് തോന്നിപ്പോകുന്നതിലേക്ക് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് മാനസികമായിട്ട് അത്രയും ഞങ്ങളെ ഉയർത്തിയ നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ, എരിവ് കഴിക്കുമ്പോണ്ടാവുന്ന എക്സ്പ്രഷൻ, ഉണ്ണി കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന അഭിനയമായിട്ട് വളരെ ബന്ധമാണ്. ഒരു പക്ഷേ ഇതുപോലൊരു സാധനം കഴിക്കുമ്പോൾ നമുക്കൊരു ദൃശ്യത്തിൻ്റെ ഒരു ഫേസൊക്കെ മതി. അന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്താണ് ഇവിടുത്തെ അതുല്യ കലാകാരന്മാരെ എനിക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ നേരിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ ഒരു രാവ്. ആനുവൽ ഡേ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. എന്തിനാണ് ഈ ദിവസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നും പഠിത്തം മാത്രമല്ല കലയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ കലാലയങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ടീച്ചേഴ്സും നമ്മളുടെ അധ്യാപകരും നമ്മുടെ പേരൻസും എല്ലാവരും പറയുകയാണ് ജീവിതത്തിലുടനീളം നാളെ നമ്മുടെ പ്രൊഫഷൻ എന്താണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഡോക്ടറാവാം, ലോയറാവാം, ടീച്ചറാവാം, മറ്റെന്തുമാവാം. പക്ഷെ എവിടെ പോയാലും നമ്മുടെ ഉള്ളിലുള്ള കലാകാരനെയോ കലാകാരനെയോ ഇത്ര തന്നെ സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. Thank you very much, sir, on behalf of our institution and all the members who are present over here.
മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.